നമസ്കാരം. കേരളം അക്ഷരാർത്ഥത്തിൽ ഉരുകി ഒലിക്കുന്നു. വേനൽ ചൂട് കത്തിജ്വലിക്കുന്നു. അതിതീവ്രമായ ചൂടാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷകർ ഇനിയും വരും ദിവസങ്ങളിൽ കേരളത്തിൽ അതിതീവ്രമായ ചൂടുകൾ തുടരും എന്ന് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ആ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പാലക്കാട് അതികഠിനമായ അതിതീവ്രമായ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് താപനിലയുള്ള പാലക്കാട് ഒരു ചെറുപ്പക്കാരൻ ചൂട് സഹിക്കവയ്യാതെ ഡീഹൈഡ്രേഷൻ ഉണ്ടായി മരിച്ചു എന്ന വാർത്ത തന്നെ പുറത്തു വരികയുണ്ടായി. ഒട്ടും അഭിലഷണീയമല്ലാത്ത വാർത്തകൾ തന്നെയാണ് വേനൽ ചൂടുമായി ബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി രാഷ്ട്രീയ രംഗവും വർദ്ധിതമായ ചൂടോടുകൂടി തന്നെ കത്തി ഉരുകി ജ്വലിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും വാക്പോരുകളും കൊണ്ട് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം ചൂട് പിടിച്ചതായി മാറിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. അതികഠിനമായ ചൂട് കൂടിയതിനാൽ അദ്ദേഹത്തിന്റെ ചിന്താസരണികൾക്ക് കാര്യമായ കുഴപ്പം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചൂട് കൂടിക്കഴിഞ്ഞാൽ പലരുടെയും സമനില തെറ്റും എന്നാണ് പലപ്പോഴും പല വൈദ്യ ശാസ്ത്രജ്ഞന്മാരും അടയാളപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനും ഇതുപോലെ ചൂട് കൂടിയതിനാൽ അദ്ദേഹത്തിന്റെ കിളി പോയോ എന്ന് നാടൻ ഭാഷയിൽ പലരും ചോദിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് വെള്ളാപ്പള്ളി നടേശൻ UDFിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള പിടിവലിയെക്കുറിച്ചാണ്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പിടിവലി നടക്കുന്നു UDFിൽ എന്ന്, അല്ലെങ്കിൽ കോൺഗ്രസിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നു എന്ന് പുറം ലോകം അറിയുന്നു. എന്നാൽ കോൺഗ്രസിന്റെ നേതാക്കളായ AICCയുടെ വക്താവായ KC വേണുഗോപാലോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ VD സതീശനോ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയോ ഇത്തരം യാതൊരു ചർച്ചകളും കേരളത്തിൽ നടക്കുന്നില്ല എന്നും അത് പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കെട്ടുറപ്പ് കൊണ്ട് കേരളത്തിൽ ഇനി UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ശിഥിലമാകും എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് നിലവിലെ ഭരണപക്ഷമാണ്, ഇടതുപക്ഷമാണ് എന്നാണ് VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയുമെല്ലാം മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായി മറുപടി കൊടുത്തത്. എന്നാൽ ഈ അഭിമുഖം കാണാത്തത് കൊണ്ടാണോ അതേ സ്വതവേ തന്നെ VD സതീശനോടുള്ള ഒരു ഗർവ് വെള്ളാപ്പള്ളി നടേശൻ മനസ്സിൽ സൂക്ഷിച്ചത് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് എന്നറിയില്ല. ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയതും അത് തന്നെയാണ്. മുൻപ് തെരഞ്ഞെടുപ്പിന് മുമ്പ് VD സതീശൻ ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനല്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിരുന്നത്. ഇത് തന്നെയായിരുന്നു NSSന്റെ അധ്യക്ഷനായ സുകുമാരൻ നായരും പറഞ്ഞിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി UDFിന് അനുകൂലമായി ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയതോടെ, അഥവാ അത്തരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ സർവേകളും റിപ്പോർട്ടും പുറത്തു വരാൻ തുടങ്ങിയതോടെ വെള്ളാപ്പള്ളി നടേശൻ മെല്ലെ മെല്ലെ തന്റെ ചുവടുകൾ മാറ്റുകയായിരുന്നു. VD സതീശൻ മുഖ്യമന്ത്രി പദത്തിന് അർഹൻ തന്നെയാണ് എന്നാണ് അദ്ദേഹം അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. പിണറായി വിജയന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് എപ്പോഴും പിണറായി വിജയന് വേണ്ടി മാത്രം സംസാരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവന പിണറായി വിജയനെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. പിണറായി വിജയൻ കൃത്യമായി തന്നെ ഈ പ്രസ്താവന നടത്തിയതിനു ശേഷം വെള്ളാപ്പള്ളി നടേശനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് VD സതീശനേക്കാൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തിന് അർഹൻ KC വേണുഗോപാൽ തന്നെയാണ്. VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിനെ നയിച്ചത്. എന്നാൽ KC വേണുഗോപാലാണ് കോൺഗ്രസിന്റെ കെട്ടുറപ്പോടുകൂടിയുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. ഫണ്ട് രൂപീകരണത്തിന് വേണ്ടി പോലും അദ്ദേഹം തന്നെയാണ് ഓടി നടന്നത്. അത് VD സതീശനല്ല. അതായത് UDFിന് അധികാരം കിട്ടും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പോലും വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെതിരെ വീണ്ടും ആഞ്ഞടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത്. ചൂട് കൂടിക്കഴിഞ്ഞാൽ പല ആളുകൾക്കും, പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്ക് അവരുടെ സമനില തന്നെ തെറ്റാൻ സാധ്യതയുണ്ട്. കാരണം ചൂട് കൂടി മനുഷ്യന്റെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നുമെല്ലാം പുക വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത്യുഷ്ണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന കേൾക്കുന്നവരെല്ലാവരും ഇപ്പോൾ കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ അതീവ ഗുരുതരമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അത്യുഷ്ണം മൂലം തന്നെ അദ്ദേഹം വെന്റിലേറ്ററിൽ തന്നെയാണ് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ ഒരു അപജയത്തിന്റെ വെന്റിലേറ്ററിലാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്തകൾ കാണുമ്പോൾ പല ജനങ്ങളും കമന്റ് ബോക്സിൽ വന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്ത് തന്നെയായാലും UDFിന് അധികാരം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിശ്ചയമില്ല. വോട്ട് ഇപ്പോഴും എണ്ണിയിട്ടില്ല. വോട്ട് എണ്ണുമ്പോൾ
പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിനെങ്കിലും LDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്നിപ്പോൾ കോൺഗ്രസിനകത്ത് ഉണ്ട് എന്ന് പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ പിടിവലികൾ വലിയ നാണക്കേടാകും, നാറിത്തരമാകും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ VD സതീശനെതിരെ അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ ആഞ്ഞടിക്കുന്നതിന്റെ ഉദ്ദേശം മറ്റെന്തൊക്കെയോ അജണ്ട തന്നെയാണ്. ആരൊക്കെയോ വെള്ളാപ്പള്ളി നടേശനെ മുന്നിൽ നിർത്തി കളിക്കുന്നതാണ്. ആരുടെയോ കുഴലൂത്തുകാരനായി വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി അധപ്പതിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സമനില തെറ്റിയിരിക്കുന്നു. അത്യുഷ്ണം മൂലം അദ്ദേഹത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലുണ്ടായ അപജയത്തിന്റെ വെന്റിലേറ്ററിൽ തന്നെയാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥിതി അതീവ ഗുരുതരമായി തന്നെയാണ് തുടരുന്നത്. ചൂട് മൂലം തന്നെ അദ്ദേഹത്തിന്റെ സമനില തെറ്റിയിരിക്കുന്നു എന്നാണ് പലരും ഇപ്പോൾ കമന്റ് ഇടുന്നത്. വെള്ളാപ്പള്ളി നടേശൻ UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ അത് വലിയ നാറിത്തരമാകും. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ അത്രയും നാറിത്തരമാകും. VD സതീശനല്ല മുഖ്യമന്ത്രി പദത്തിന് യോഗ്യൻ, അത് KC വേണുഗോപാൽ തന്നെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിലുള്ള മറ്റേതെങ്കിലും ആളുകളാണ് എന്നൊക്കെ തരത്തിലുള്ള പിച്ചും പേയും പറയുന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം നടത്തിയ പിണറായി വിജയനെ ഭയപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് തന്നെയുള്ള മറ്റേതെങ്കിലും സ്ഥാപിത താല്പര്യക്കാരുടെ വർഗീയ ശക്തികളുടെ പ്രീണനം കൊണ്ടാണോ എന്നറിയില്ല, വെള്ളാപ്പള്ളി നടേശൻ ആർക്കൊക്കെയോ വേണ്ടി VD സതീശനെ തള്ളിപ്പറയുന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് UDF ഇങ്ങനെ ഒരു വടംവലി നടത്തിയത് ശരിയായില്ല. എത്ര പേരുടെ പേരായി ഇപ്പം നമ്മൾ കേൾക്കുന്നത് കോൺഗ്രസിനകത്ത്. അതൊരിക്കലും ഒരു അപര്യാമ്യമല്ല. പിണറായി പറഞ്ഞ പോലെ കഷ്ടിച്ച് LDF-നാണ് വിജയമെങ്കിൽ നാറിപ്പോയില്ലേ ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ വിജയം ആർക്കാണെന്ന് വന്ന ശേഷം ഇതിനെപ്പറ്റി ചർച്ച വയ്ക്കുന്നതായിരുന്നു നല്ലത്. ജയിച്ചു വന്ന എല്ലാവർക്കും യോഗ്യതയുണ്ട് കോൺഗ്രസിലുള്ള. ആർക്കാണ് അയോഗ്യൻ? അല്ലെ VD സതീശൻ കഷ്ടപ്പെട്ട് അങ്ങനെ കുറേ TV-യിൽ കുറേ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പുറകെ നിന്ന് മുഴുവൻ കളിപ്പിച്ചതും അതിൻ്റെ ഫൈനാൻഷ്യൽ കൺട്രോളും സ്ഥാനാർത്ഥി നിർണ്ണയം പ്രശ്നങ്ങളുള്ളപ്പോഴെല്ലാം പറഞ്ഞു തീർത്തതും എല്ലാം വേണുഗോപാലാണ്.